ഈശോയിൽ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ ഈശോയുടെ തിരുഹൃദയ തിരുനാളിന്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുന്നു. നമ്മുടെ ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രീസ് കുടുംബത്തിലെ എല്ലാവരെയും, എല്ലാ വൈദികരെയും, സിസ്റ്റേഴ്സിനെയും, റോഡിനെയും, ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും, കുഞ്ഞു മക്കളെ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, അവരെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം. പ്രത്യേകമായിട്ട് ഈ മാസം ഈശോയുടെ തിരുഹൃദയത്തിന് വിവിധങ്ങളായ മേഖലകളെ സമർപ്പിച്ച് എല്ലാ വൈദികരും തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നുണ്ട്. നമുക്കും അവരോടൊന്നു ചേർന്ന് ഈശോയുടെ തിരുഹൃദയത്തിന് എല്ലാ മേഖലകളെയും പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ഉള്ള ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിന്റെ സംരക്ഷണം എല്ലാ മേഖലകൾക്കും ലഭിക്കുന്നതിന് വേണ്ടിയും ഈശോയുടെ തിരുഹൃദയത്തിന് യോജിക്കാത്തതൊന്നും അവിടെ സംഭവിക്കാതിരിക്കാനും നമുക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈശോയുടെ തിരുനാളിന്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ പ്രിൻസി ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലൂടെ പോകുന്നു. ഞാനിവിടെ തിരുവനന്തപുരത്താണ്. ഇന്നലെ 4ാമത്തെ കീമോ കഴിഞ്ഞു. എല്ലാവരുടെയും ശക്തമായ പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ശക്തിയും പ്രത്യാശയും ഒത്തിരി ബലവും ഒക്കെ തന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ. എൻ്റെ കുടുംബത്തിന്റെ എല്ലാ സ്നേഹവും നന്ദിയും ഒക്കെ ഞാൻ അറിയിക്കുന്നു. അപ്പം നിങ്ങളെല്ലാവരെയും എല്ലാ ദിവസവും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കൊരു ഒന്ന് ചേർന്ന് തീഷ്ണതയോടെ ശുശ്രൂഷയിലായിരിക്കാം. ശുശ്രൂഷയിൽ തീഷ്ണതയോടെ ആയിരുന്നുകൊണ്ട് ഈശോയെ നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ നമുക്ക് ഇതുപോലെ എന്നെ പോലെ തന്നെ പ്രത്യാശയോടും സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ നേരിടാൻ ആ ഒരു പ്രതിസന്ധിയിലേക്ക് ഈശോ കടന്നു വരുമ്പോൾ സാധിക്കും. നമുക്ക് കൊടുക്കാനാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈശോയെ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ എല്ലാവരും തീഷ്ണതയോടുകൂടെ ശുശ്രൂഷ ചെയ്യുക. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒത്തിരി സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. സ്നേഹഭാജനങ്ങളായ സഹോദരങ്ങളെ, നമ്മിൽ നിന്ന് നിത്യസമ്മാനത്തിനായി അകന്നിരിക്കുന്ന നമ്മുടെ പ്രിൻസിയുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രിൻസിയുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഓരോരുത്തർക്കും പ്രത്യേകമായി പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. പരിശുദ്ധ കന്യാമാതാവിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് കലുഷിതമായ ലോകസാഗരത്തിൽ നമ്മുടെ ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒത്തിരിയധികം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് നമ്മളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത്. എങ്കിൽ അത് നമുക്ക് ദുഃഖത്തിൻ്റെ കാരണമല്ല. നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥ കൂടി യേശുവിൻ്റെ അടുത്തുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം സുദീർഘമായ ചികിത്സകളിലൂടെ, ശാരീരികമായ വേദനകളിലൂടെ കടന്നുപോയി വിശുദ്ധ ലിഖിതത്തിലെ പഴയ നിയമത്തിലെ യോബിനെ പോലെ എല്ലാം ദൈവം തന്നു. ദൈവത്തിൻ്റെ ദാനമായി ആ ദുഃഖങ്ങളെയും കഷ്ടങ്ങളെയും എല്ലാം അവൾ സഹിച്ചു. നമുക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ്. ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ, ആ അവസ്ഥയിലായിരിക്കുമ്പോൾ പോലും നമുക്ക് വേണ്ടി ഒരു മെസ്സേജ് പോസ്റ്റ് ചെയ്യുവാൻ പ്രിൻസിക്ക് സാധിച്ചു. ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടി. പ്രത്യേകിച്ചും ഇന്ന് പലവിധ മീഡിയയിലൂടെ അതിൻ്റെ ഇൻഫ്ലുവൻസിലൂടെ നശിച്ചു പോകാൻ സാധ്യതയുള്ള യുവജനങ്ങളെ, കൊച്ചുകുട്ടികൾ, അവരുടെ ആത്മാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രിൻസി ഒത്തിരി ആഗ്രഹത്തോടെ ജോലി ചെയ്തിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ഈ സമയത്ത് ഉള്ള എല്ലാ ഫീലിങ്സും, നമുക്ക് ദുഃഖം അറിയാൻ തോന്നുന്ന ആ ദുഃഖം പോലെ നമുക്ക് ദൈവത്തിന് വിട്ടു കൊടുക്കാം. നമ്മൾ ദുഃഖിക്കുകയല്ല, സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് വേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു നഷ്ടമായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ പക്കൽ ആരും മരിച്ചവരായിട്ടല്ല, എല്ലാവരും ജീവിക്കുന്നവരായിട്ടാണുള്ളത്. ജീവിക്കുന്നവരുടെ ദൈവമായ സ്നേഹനാഥൻ തൻ്റെ 2ാം വരവിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കുന്നതിന് വേണ്ടി ഈ മിനിസ്ട്രിയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ശക്തി നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു മധ്യസ്ഥയായി സ്വർഗത്തിൽ പ്രിൻസി ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ പ്രിൻസി ഈ മിനിസ്ട്രിക്ക് വേണ്ടി എത്രയധികം ആഗ്രഹത്തോടും ഉത്സാഹത്തോടും കൂടി ജോലി ചെയ്തു. ഇതിലായിരിക്കുന്ന എല്ലാവർക്കും അതേ സ്പിരിറ്റോടുകൂടി, അതേ ചൈതന്യത്തോടുകൂടി, അതേ തീക്ഷ്ണതയോടുകൂടി ജോലി ചെയ്യുവാനുള്ള അനുഗ്രഹം
നമുക്ക് അവൾ പ്രാർത്ഥിച്ച് വാങ്ങിത്തരട്ടെ. കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും, പ്രിൻസിയുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും, അതുപോലെ ഓഷ്യൻ സ്റ്റാർ വലിയ ഫാമിലിയിലെ എല്ലാവർക്കും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിലെ കുടുംബാംഗങ്ങളെ, മറ്റ് ഈ വീഡിയോ കാണുന്നവരെ, നമ്മുടെ ഇടയിൽ നിന്നും നമുക്ക് പ്രിയപ്പെട്ട പ്രിൻസി ചേച്ചി ദൈവസന്നിധിയിലേക്ക് പോയിട്ട് ഏതാണ്ട് 40 ദിവസങ്ങളാകുകയാണല്ലോ. ഈ ഒരു അവസരത്തില് പ്രിൻസി ചേച്ചിയോടുള്ള എൻ്റെ ഒരു ബന്ധത്തിന്റെ ഊഷ്മളതയെ പറ്റി നിങ്ങളോട് ഒരു വാക്ക് സംസാരിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിവിടെ എത്യോപ്യയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 4 വർഷം മുമ്പാണ് ഞാൻ പ്രിൻസി ചേച്ചിയുമായിട്ട് ആ ബന്ധം ആരംഭിക്കുന്നത്. അത് ഒരു ബൈബിൾ വായനയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന്റെ സ്ലോട്ട് എനിക്ക് തന്നത് വെളുപ്പിന് 4:30-ക്കാണ്. അപ്പൊ ഇവിടുത്തെ സമയം, അപ്പൊ അവിടുത്തെ സമയം 6 മണിയാണെങ്കിലും ചേച്ചി എന്നെ വെളുപ്പിനെ വിളിച്ച് ഉണർത്തി ആ ഒരു സമയമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്ന് അത് ആ സമയത്ത് തന്നെ എല്ലാം കാര്യങ്ങള് ശരിയാക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തില് അന്ന് തൊട്ട് ആരംഭിച്ച ആ ഒരു ബന്ധം ഇന്ന് ഈ അവസരത്തിൽ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രിൻസിയുടെ വേർപാടിൽ എനിക്ക് ഒത്തിരി ദുഃഖമുണ്ടെങ്കിലും ദൈവസന്നിധിയില് തീർച്ചയായിട്ടും പ്രിൻസിറ്റി അവിടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ് എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. കാരണം അന്ന് തൊട്ട് ഇന്ന് വരെ ആണെങ്കിലും ഒരു വൈദികൻ എന്ന രീതിയിലുള്ള എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രിൻസി ചേച്ചി ഞാൻ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് വിളിച്ച് ഇന്ന കാര്യം ചെയ്യണം വെച്ചാൽ ഇതെങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു തരുന്നതായ ഒരു ചിന്തയാണ് എനിക്ക്. ആ ഒരു ഇമേജാണ് എനിക്ക് പ്രിൻസി ചേച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിലെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരു വേദനയുണ്ട്. പക്ഷെ അതിലുപരി അവരൊരു വലിയ പ്രത്യാശയിലാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു വലിയ പ്രത്യാശ, നമുക്ക് മുമ്പേ ഒരു മധ്യസ്ഥ അവിടെ നമുക്ക് വേണ്ടി യാചിക്കാനായിട്ട് ഉണ്ടെന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലേയും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം, പ്രിൻസിയുടെ മാധ്യസ്ഥ നമുക്ക് യാചിക്കാം. അതേപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെ അറിയുന്ന ഓരോരുത്തരെയും കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. മരണാവസരത്തിൽ പോലും ആ ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. എനിക്ക് അവസാനം ഒരു മെസ്സേജ് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു മെസ്സേജിലൊക്കെ വളരെ പ്രത്യാശയോടുകൂടി അതൊരു മരണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു വ്യത്യാസമുണ്ടെന്നുള്ള ഒരു ചിന്ത പോലും തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു യാത്ര. തീർച്ചയായിട്ടും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഒരുക്കത്തിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും വലിയൊരു സന്തോഷത്തിന്റെ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രത്യാശയുടെ ഒരു അവസരമായിട്ട് ഇതിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രിൻസിയെ അവസാനമായി കാണുന്നത് ലിസി ആശുപത്രിയിൽ വെച്ചാണ്. അത് പ്രിൻസി മരിക്കുന്നതിന് 2 ദിവസം മുൻപായിരുന്നു. അന്ന് ഞങ്ങൾ കുറച്ചു നേരം പ്രിൻസിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ പ്രിൻസി പറഞ്ഞൊരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. പ്രിൻസി പറയുകയായിരുന്നു, കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് ഈശോ എന്ന് പറഞ്ഞാൽ ഒരു ജ്വരമായിരുന്നു. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഈശോയെ കൊടുക്കണം, അങ്ങനെ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച പോലെയായിരുന്നു ഈശോയ്ക്ക് വേണ്ടി. അപ്പോൾ ആ വാക്കുകൾ എന്നെ വളരെ സ്പർശിച്ചു. നമ്മൾ ഈ മദ്യപാനികളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ മദ്യത്തിന് അടിമകളായി തീരുമ്പോൾ അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള യുവാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല, അവരതിന് അഡിക്റ്റഡ് ആയിപ്പോയി എന്ന് പറഞ്ഞ പോലെ പ്രിൻസിയുടെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് പ്രിൻസി ഈശോ അഡിക്റ്റഡ് ആയിട്ട് മാറി. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മളൊരു തിരി അത് അണയുന്നതിന് മുൻപ് അത് ആളിക്കത്തും. അതുപോലെ പ്രിൻസി ആളിക്കത്തി. പിന്നെ പ്രിൻസി പാകമായി, ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ പാകമായി. അതുകൊണ്ട് ഈശോ പ്രിൻസിയെ എടുത്തു. നമുക്ക് പ്രിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിനേക്കാൾ നമുക്ക് പ്രിൻസിയോട് പ്രാർത്ഥിക്കാം. നന്ദി. ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയ വലിയൊരു ദാനമാണ് പ്രിൻസി എന്നത്. അതൊരു നിധിയാണോ, ദാനമാണോ, സമ്പത്താണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം പലപ്പോഴും പറയാൻ കഴിയില്ല. അതിൻ്റെ കാരണം അവളുടെ തീഷ്ണത തന്നെയാണ്. എല്ലാവരും വചനം പ്രസംഗിക്കുമ്പോൾ പല പല ലക്ഷ്യങ്ങളാണ് തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഉള്ളറകളിലേക്ക് നോക്കുമ്പോൾ വ്യക്തികൾക്കുള്ളത്. എന്നാൽ കഴിഞ്ഞ കാലയളവുകളിൽ ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രി എന്ന നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഡയറക്ടർ എന്ന സ്ഥാനത്ത് പ്രിൻസി തൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ എപ്പോഴും ഈശോയുടെ മഹത്വവും ശുശ്രൂഷകൾ സ്വീകരിക്കുന്ന ആളുകൾ എപ്പോഴും
ദൈവത്തോടുള്ള ബന്ധത്തിലെത്തിച്ചേരണം എന്നതും അവളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വികാരങ്ങളെ വികാരങ്ങളായും വസ്തുതകളെ വസ്തുതകളായും ഗ്രഹിക്കാൻ എപ്പോഴും ഒരു പക്വത കാട്ടിയിരുന്ന വ്യക്തിത്വം പ്രിൻസിയുടെ സവിശേഷതയായിരുന്നു. ഓഷ്യൻ സ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഗുണങ്ങൾ ഒത്തിരിയേറെ ഫലം ചൂടിയിട്ടുണ്ട്. കുഞ്ഞുമക്കളെക്കുറിച്ചുള്ള കരുതൽ, യുവജനങ്ങളുടെ വിശ്വാസ ധാർമ്മിക ബോധ്യങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഗഹനമായ ശ്രദ്ധ, കുടുംബജീവിതക്കാരെക്കുറിച്ചുള്ള വലിയ കരുതൽ, മാതാപിതാക്കന്മാരെയും പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലെത്തിയവരെയും അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിനോ നല്ല മരണത്തിനൊരുങ്ങി ഈശോയോട് ഒന്നായി തീരുന്നതിനോ ഒക്കെ കഴിയുന്നുണ്ടോ? ഇങ്ങനെ സാധാരണഗതിയിൽ അവനവൻ്റെ കാര്യം നോക്കി പോയാൽ മതി, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നതിനേക്കാൾ കടന്ന് താനായിരിക്കുന്ന സാഹചര്യങ്ങളിൽ തനിക്ക് എത്തിപ്പെടാവുന്ന അത്ര കണ്ട് എല്ലാ മനുഷ്യരിലേക്കും ഈശോ എന്താഗ്രഹിക്കുന്നോ അതുപോലെ നൽകാനുള്ള വലിയ ശ്രദ്ധ എപ്പോഴും വെച്ചു പുലർത്തിയിരുന്ന ഒരാളാണ് പ്രിൻസി. പ്രത്യേകിച്ച് നമ്മുടെ വചനവായന ശുശ്രൂഷകളിൽ, മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷകളിൽ, കുട്ടികളെ കൊണ്ടുള്ള വീഡിയോകളും മറ്റ് ഇതര ശുശ്രൂഷകളിലൊക്കെ എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വവും ആത്മാക്കളുടെ ദൈവൈക്യവും ലക്ഷ്യം വെച്ച് ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിത്വമാണ് പ്രിൻസിയെ സംബന്ധിച്ചുള്ളത്. അവളുടെ മാധ്യസ്ഥം തീർച്ചയായും ഞാൻ തേടുന്നു. ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം തുടർന്നും എപ്പോഴും കൂടെയുള്ള ഒരു മധ്യസ്ഥയായി ദൈവം നമുക്ക് നൽകിയ ഒരാളാണ് പ്രിൻസി എന്ന് ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. കാരണം ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാൻ പ്രിൻസിയോട് സംസാരിച്ച ഒരു കാര്യമാണ്, പ്രിൻസി ഈ സഹിക്കുന്ന സമയത്ത് ഒത്തിരിയേറെ കാര്യങ്ങളെ ദൈവം മറ്റ് സാഹചര്യങ്ങളിൽ ക്രമീകരിക്കുന്നുണ്ട് എന്ന്. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ സഹനങ്ങൾ തെറ്റ് ചെയ്തവർക്കല്ലേ ശിക്ഷ ലഭിക്കേണ്ടത്, പിന്നെ എന്തിനാണ് നല്ല മനുഷ്യർക്ക് ഇത് കിട്ടുന്നത് എന്ന്. വാസ്തവത്തിൽ തെറ്റിന് ശിക്ഷയാണ് പ്രതിഫലം എങ്കിൽ, പാപങ്ങൾക്ക് അടിമത്തമാണ് പ്രതിഫലം അല്ലെങ്കിൽ മരണമാണ് പ്രതിഫലമെങ്കിൽ, സഹനം ഒരുവൻ്റെ ഹൃദയത്തെ ദൈവത്തിന് ചേർന്നതാക്കി തീർക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. അതുകൊണ്ടാണ് താൻ ഏറെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കൂടുതൽ സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നത്. എന്ന് വെച്ചാൽ തന്നോടുള്ള സ്നേഹത്തിൽ കുറെ കൂടെ മെച്ചപ്പെടാൻ വേണ്ടി അവരുടെ ഹൃദയങ്ങളെ ദൈവം സഹനം വഴി ഒരുക്കുന്നു. ഹെബ്രായർ ലേഖനത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, പുത്രനായിരുന്നിട്ടും ഈശോയെ അനുസരണം കൊണ്ട് അവിടുന്ന് പരിപൂർണനാക്കുന്നു എന്ന്. അത് അനുസരണം അഭ്യസിപ്പിക്കുന്നത് ഉപയോഗിക്കുന്ന മാർഗം തന്നെ സഹനമാണ്. പ്രിൻസിയുടെ സഹനം അല്ലെങ്കിൽ ഈശോയെ അനുഗമിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനം, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ തെറ്റുകൾക്ക് കിട്ടുന്നതോ നമ്മുടെ അഹങ്കാരത്തിന് കിട്ടുന്നതോ അനുസരണക്കേടിന് കിട്ടുന്നതോ തോന്നിവാസത്തിന് അഥവാ നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ചെയ്യുന്നതോ ഒന്നുമല്ല. മറിച്ച് നമ്മൾ ദൈവത്തെ ഹൃദയപൂർവ്വം അനുഗമിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുകയും അത് നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുകയും ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത്തരത്തിൽ ഈശോയോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കാൻ ഭാഗ്യം ലഭിച്ചവളാണ് പ്രിൻസി. അവളുടെ ഹൃദയത്തിൻ്റെ സമർപ്പണത്തെ ദൈവം സ്വർഗത്തിലും ഭൂമിയിലും മഹത്വപ്പെടുത്തട്ടെ എന്ന് ഞാനും ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അവളുടെ മാധ്യസ്ഥം തീർച്ചയായും നമുക്ക് തേടാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിൻസിയുമായി എനിക്ക് നീണ്ട 6 വർഷക്കാലത്തെ പരിചയമാണുള്ളത്. വളരെ സന്തോഷത്തോടുകൂടി മാത്രമാണ് ഞാൻ അവളെ കണ്ടിട്ടുള്ളത്. വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും ഒരുമിച്ച് ചേർന്ന് പോകുന്ന ഒരു വ്യക്തിത്വം. SHG പ്രോഗ്രാമിലൂടെയും ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രീസിലൂടെയും ദൈവത്തെ കൊടുക്കുവാൻ അവൾക്ക് സാധിച്ചു. മാരത്തോൺ ബൈബിൾ റീഡിംഗ്, മാരത്തോൺ ജപമാല, മറ്റ് വചന പ്രഘോഷണ സംരംഭങ്ങൾ എന്നിവയിൽ മക്കളെയും മറ്റെല്ലാവരെയും കൂട്ടിച്ചേർക്കുന്നതിൽ അവൾ വിജയിച്ചു. ഈ രോഗാവസ്ഥയിലും അവളെ ഞാൻ കണ്ടിരുന്നു. നിറപുഞ്ചിരി അവളുടെ മുഖത്തുണ്ടായിരുന്നു. വളരെ പ്രത്യാശയോടെ അവൾ എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ, എനിക്ക് ഈ രോഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നേയില്ല, എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കുണ്ട് എന്ന്. അപ്രതീക്ഷിതമായ ഈ വിയോഗത്തിൽ സാജുവിനും മക്കൾക്കും ഒരുപാട് സങ്കടമുണ്ട് എങ്കിലും നിങ്ങൾക്ക് ആശ്വസിക്കാം, സ്വർഗത്തിൽ ഒരു മധ്യസ്ഥ നിങ്ങൾക്കുണ്ട് എന്ന്. അവളുടെ പ്രാർത്ഥന ആർക്കൊക്കെ ആവശ്യമായിരിക്കുന്നുവോ അവർക്കും അവൾ സഹായിയായിരിക്കും. സ്വർഗത്തിലും അവൾ വെറുതെ ഇരിക്കുകയില്ല. കൊച്ചു ത്രേസ്യ പുണ്യതയെ പോലെ അവൾ നമ്മൾക്കായി
പ്രാർത്ഥനകൾ റോസാപുഷ്പങ്ങളെ പോലെ ആദ്യസ്ഥ്യം വഹിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ അവൾ സാധിച്ചു തരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അവളുടെ കണ്ണീർ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വീട്ടുകാര്യങ്ങൾ എന്ന് മാത്രമല്ല, ഈശോ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ച പ്രിൻസി നമ്മയെല്ലാം കണ്ണീരിലാഴ്ത്തിക്കൊണ്ട്, എന്നാൽ നമ്മിൽ വെല്ലുവിളി ഉണർത്തിക്കൊണ്ട് പുഞ്ചിരിയോടെ നമ്മിൽ നിന്നും കടന്നുപോയി. സഹനത്തിന്റെ മൂർധന്യത്തിലും ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയാൻ പ്രിൻസിക്ക് സാധിച്ചു. ഒരു നല്ല അമ്മ, ഉത്തമ ഭാര്യ, പ്രിയ കൂട്ടുകാരി, സജീവ പ്രവർത്തക, ഈശോയ്ക്ക് പ്രിയപ്പെട്ടവൾ പ്രിൻസി. സ്വർഗത്തിലിരുന്ന് എല്ലാം കാണുന്നുണ്ട്, നമ്മോടൊപ്പമുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൂന്തോട്ടത്തിലെ ഏറ്റവും നല്ല പൂവ ഈശോയ്ക്ക് കൊടുക്കുക. അതേ പ്രിയപ്പെട്ടവരെ, ഓഷിസാർ കുടുംബത്തിലെ ഏറ്റവും നല്ല പുഷ്പത്തെ, സുഗന്ധമുള്ള ഭംഗിയുള്ള പൂവിനെ ഈശോ എടുത്തിട്ട് നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ സുഗന്ധം പരത്തിയിട്ട് കളറ് മങ്ങാതെ പുഴുക്കുത്തേൽക്കാതെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും തളം കെട്ടി നിൽക്കുന്ന ഓർമ്മകളും കാഴ്ചവെച്ചിട്ട് പ്രിൻസി ഈശോയുടെ പക്കലേക്ക് പോകുന്നതിന് മുൻപ് പറഞ്ഞ വാക്കുകളുണ്ട് എൻ്റെ മനസ്സിൽ വരുന്നത്. അവളുടെ മെസ്സേജ് ഇപ്രകാരമായിരുന്നു: ഞാൻ സന്തോഷമായിരിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം, എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുമുണ്ട്, ഞാനെല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുത്തു എന്ന്. അതെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാഴ്ചകളും ഓർമ്മകളുമൊക്കെ മാറ്റിവെച്ചിട്ട് കുറേയേറെ നന്മകൾ നമുക്ക് കാഴ്ചവെച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസി കടന്നുപോയി. നമ്മുടെ സഹനങ്ങളിലും പ്രവർത്തനങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും പ്രാർത്ഥനകളിൽ പോലും ഈശോയോട് ചേർന്ന് നിൽക്കണം, എല്ലാം ദൈവഹിതത്തോട് മാത്രം ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യണമെന്ന ഓർമ്മപ്പെടുത്തലുകളും മാറ്റിവെച്ചിട്ട് കടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിയെ ഓർക്കുവാൻ ഒരു നിമിഷം കൂടി. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലായിരുന്നു കൊണ്ട് മലാഖ വൃന്ദത്തോട് ചേർന്നിരുന്നു കൊണ്ട് ഇനിയും നമ്മുടെ ഈ കുടുംബത്തിലേക്ക് ഒത്തിരി കൃപകളോ അനുഗ്രഹങ്ങളോ വർഷിക്കുവാൻ വേണ്ടി പ്രിൻസിയോട് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം. നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഓർമ്മകളും പ്രിൻസി തന്ന സുഗന്ധവും നന്മകളും എല്ലാം വളർത്തിയെടുക്കുവാൻ നമുക്കാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിൻസി ജ്വലിക്കുന്ന ഒരോർമ്മയാണ്. ദൈവവചനത്തിന്റെ കാവൽക്കാരിയും രാജകുമാരിയും. 45-ാം സങ്കീർത്തനം നാം ഇങ്ങനെ ആലപിക്കുന്നു: രാജകുമാരി മഹിമയോടെ നിൽക്കുന്നു, ഓഫീർ പൊന്നണിഞ്ഞ് മഹാറാണി വലത്തുവശത്തും. രാജകുമാരിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു. എന്റെ മകളെ, ചെവി ചായിച്ച് ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും നീ മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അതെ, ശരീരമാകുന്ന കൂട് ഇവിടെ വിട്ട് പ്രിൻസി അവളുടെ രാജാവിന്റെ വലതുവശത്ത് മഹിമയോടെ നിൽക്കുന്നത് ഞാൻ കാണുന്നു. 2019-21 കാലഘട്ടത്തിൽ CMC മേരിമാത പ്രോവിൻസിന്റെ സോഷ്യൽ വർക്ക് ആൻഡ് ഹീലിംഗ് ഡിപ്പാർട്ട്മെന്റ് കൗൺസിലറായി ചാർജ് എടുത്ത സമയത്താണ് ഞാൻ പ്രിൻസിയെ അടുത്തറിയുന്നത്. COVID-19 ലോകത്തെ ആകമാനം ഗ്രസിച്ചിരുന്ന ആ നാളുകൾ, പരസ്പരം കാണാതെ സംസാരിക്കാതെ മാസ്കുകൾ കൊണ്ട് മുഖം മറച്ച് നടന്നിരുന്ന ആ ദിനങ്ങൾ ദൈവാനുഗ്രഹത്തിന്റെ, വചന അഭിഷേകത്തിന്റെ സൗഖ്യ ദിനങ്ങളായി പകർത്തിയതിന് കാരണമായത് CMC സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷൻ പ്രസിഡന്റായിരുന്ന പ്രിൻസിയാണ്. ബൈബിൾ മാരത്തോൺ റീഡിംഗ്, ഇരവു പകലുകൾ ഇടമുറിയാതെ വചന വായനയ്ക്കായി മാറ്റിവയ്ക്കാൻ CMC സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിലെ കൂട്ടുകാരെ, അമ്മമാരെ, അവരെ എല്ലാം പ്രചോദിപ്പിച്ചത് പ്രിൻസിയുടെ അഭിഷേകം നിറഞ്ഞ ഇടപെടലുകളാണ്. പിൻബലമായി പ്രിൻസിയുടെ ഒപ്പം നിന്ന ദിനരാത്രങ്ങൾ, അത്ഭുതങ്ങളുടെ അനേകം സാക്ഷ്യങ്ങൾ നേരിട്ടറിയാൻ എനിക്കും സാധിച്ചു. വൈദികരും സന്യസ്തരും അൽമായ സഹോദരങ്ങളും പ്രത്യേകിച്ച് യുവജനങ്ങളും സ്വദേശത്തും വിദേശങ്ങളിലുമായി അനേകായിരങ്ങൾ ഈ വചന പാരായണത്തിൽ പങ്കെടുത്തു. അങ്ങനെ ഞങ്ങൾ ആരംഭിച്ച ആ കൊച്ചു സംരംഭം ആ കൊറോണ കാലത്ത് തന്നെ മറ്റ് പല ഗ്രൂപ്പുകളും ഏറ്റെടുത്തു. അവസാനം മരണക്കിടക്കയിൽ ആശുപത്രിയിലായിരുന്നപ്പോൾ തീക്ഷ്ണതയോടെ പ്രിൻസി എന്നോട് പറഞ്ഞതും അത് തന്നെയായിരുന്നു: സിസ്റ്ററെ, ലോകം മുഴുവൻ നമുക്ക് സുവിശേഷം എത്തിക്കണം. ഓ പ്രിൻസി, ദൈവത്തിന്റെ രാജകുമാരി,
നീ ഞങ്ങൾക്ക് മുൻപിൽ ജ്വലിക്കുന്ന ഒരു തീപ്പന്തം തന്നെയാണ്. കുട്ടികളായ ഞങ്ങളെ വചനം പ്രഘോഷിപ്പിക്കാനും വചനം പഠിപ്പിക്കുവാനും സഹായിച്ച പ്രിൻസി ആന്റിക്ക് സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. 3ാം ക്ലാസ്സിലെ കാറ്റഗറിസം ക്ലാസ് ടീച്ചറായിരുന്നു പ്രിൻസി ടീച്ചർ. ടീച്ചറുടെ മുഖത്ത് എപ്പോഴും നല്ല സ്നേഹത്തോടെയുള്ള ഒരു പ്രിൻസി എപ്പോഴും കാണാം. ക്ലാസ്സിൽ വരുമ്പോഴായാലും പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ആ പുഞ്ചിരി ടീച്ചറുടെ മുഖത്ത് ഉണ്ടാവും. ടീച്ചറെ ഞങ്ങൾ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ടീച്ചർ എന്നതിലുപരി ഒരു ഫ്രണ്ടിനെ പോലെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ടീച്ചർ. ടീച്ചറിന്റെ ആത്മാവിന്റെ ശാന്തിക്കായി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും. ഞാൻ വേറൊരു വിഭാഗമാണ്. പ്രിൻസി ടീച്ചർ എന്റെ മത അധ്യാപികയായിരുന്നു. ടീച്ചർ എന്നതിനേക്കാൾ ഉപരി ഞങ്ങളെ വ്യക്തിപരമായി അറിഞ്ഞിരുന്ന, സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ടീച്ചർ. ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനാ ഗ്രൂപ്പിലും സജീവമായിരുന്ന ടീച്ചർ ഞങ്ങളെ ആത്മീയമായി വളർത്തുവാനും ഈശോയിലേക്ക് വഴി നടത്തുവാനും ഏറെ സഹായിച്ചിരുന്നു. ടീച്ചറുടെ വിയോഗം ഒരു വലിയ നഷ്ടമാണ്. പ്രിൻസി ടീച്ചർ ഇപ്പോൾ ഈശോയുടെ കൂടെ സ്വർഗത്തിലുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ കുറച്ചു കാലത്തെ പരിചയം മാത്രമേ എനിക്ക് പ്രിൻസി ചേച്ചിയായിട്ടുള്ളൂ. പക്ഷെ ആ ഒരു സമയം തന്നെ എനിക്ക് വളരെ പ്രചോദനമായിട്ട് മാറി. ആ ഒരു അവസരം ഒരുക്കി തന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഒരാൾ എത്ര ആഴത്തിൽ വിശ്വസിച്ചാൽ അതിന്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാം എന്നതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു ചേച്ചിയുടെ ജീവിതം. അപ്പൊ ചേച്ചി നമ്മളെ പിരിഞ്ഞു പോയെങ്കിലും നമുക്ക് പകർന്നു തന്ന ആത്മീയ പാഠങ്ങളും ഉപദേശവും വിശ്വാസവും ഒക്കെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കാം. അതോടൊപ്പം തന്നെ ചേച്ചിയുടെ ആത്മാവിന് ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രിൻസി ചേച്ചി ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിലെ ഒരു ഡയറക്ടർ എന്നതിലുപരി എൻ്റെ പേഴ്സണൽ ലൈഫിലെ ഓരോ കാര്യങ്ങളിലും എനിക്കെപ്പോഴും ഉപദേശങ്ങൾ നൽകുകയും എനിക്ക് എന്ത് അഭിപ്രായങ്ങൾ ചോദിക്കണമെങ്കിലും അതിനെല്ലാം ഞാൻ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രിൻസി ചേച്ചി നമ്മോടൊപ്പം ഇല്ലാതെ ഇരിക്കുന്ന ഈ സമയത്ത് തീർച്ചയായിട്ടും പ്രിൻസി ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് ഈശോയുടെ അടുത്ത് മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. മിനിസ്ട്രിയിലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒരു കരുതലോടെ പ്രിൻസി ചേച്ചി എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു. തുടർന്നും നമുക്ക് പ്രിൻസി ചേച്ചിയുടെ മധ്യസ്ഥം തേടാം. പ്രിൻസി ചേച്ചീനെയും കുടുംബത്തെയും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ചേർത്ത് വെക്കാം. കുറച്ച് പരിചയം മാത്രമേ പ്രിൻസി ചേച്ചിയായിട്ടുള്ളെങ്കിൽ പോലും ആ കുറച്ച് സമയത്ത് ഒരുമിച്ച് ദിവസം പ്രാർത്ഥിക്കുവാനും ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കുകാരാകാനും ദൈവം ഇടവരുത്തി. അതിന് സെലിബ്രേറ്റനായ ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഈ നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രിൻസി ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം ദിവസങ്ങളിൽ കൂടുതൽ കരുത്തോടും വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ ആയിരിക്കാനും വചനം പ്രഘോഷിക്കുവാനും നമുക്ക് ചേച്ചിയെടുത്ത് മധ്യസ്ഥയായിരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കോവിഡിന്റെ സമയത്താണ് ഞാൻ പ്രിൻസി ചേച്ചിനെ പരിചയപ്പെടുന്നത്. CMC സിസ്റ്റേഴ്സിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി 3 ദിവസത്തെ ബൈബിൾ റീഡിങ്, അങ്ങനെയാണ് പ്രിൻസി ചേച്ചിനെ പരിചയപ്പെടണേ. അങ്ങനെ പ്രിൻസി ചേച്ചിയുടെ നമ്പർ കിട്ടി. ഇടയ്ക്കിടയ്ക്ക് പ്രിൻസി ചേച്ചി മെസ്സേജ് അയക്കും, ഞങ്ങൾ തിരിച്ചയക്കും. പിന്നെ ഞാൻ സ്കൂളിൽ പോണേക്കാളും മുന്നേ കൊച്ചിനെ കൊണ്ട് വചനം പറയിപ്പിച്ച സ്റ്റാറ്റസ് ഇടായിരുന്നു. അപ്പൊ ആ സ്റ്റാറ്റസ് കണ്ടിട്ട് ചേച്ചി ഇങ്ങോട്ട് മെസ്സേജ് അയക്കും, ആ മിടുക്കനാളോ നന്നായിട്ട് പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. അപ്പൊ ഞാനും തിരിച്ച് മെസ്സേജ് ഇപ്പൊ കൊച്ചിനെ കൊണ്ടായാലും പറഞ്ഞ് മെസ്സേജ് അയപ്പിക്കും. മെസ്സേജ് അയക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഇവനെ നന്നായിട്ട് വളർത്തണം, ഈശോനെ കുറിച്ച് കൂടുതൽ അവനോട് പറഞ്ഞു കൊടുക്കണം, അവൻ ഈശോന്റെ മോനായിട്ട് അവനെ വളർത്തണം എന്നൊക്കെ പറയുമായിരുന്നു ചേച്ചി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാള് കഴിഞ്ഞപ്പോഴാണ് ചേച്ചി വയ്യായികയാന്ന് അറിഞ്ഞ ആ സമയത്ത് മെസ്സേജ് അയക്കുകയായിരുന്നു. അപ്പോഴും ചേച്ചിക്ക് വയ്യായിക ഉണ്ടെങ്കിൽ പോലും ഈശോനെ കുറിച്ച് പറയാനായിരുന്നു പുള്ളിക്കാരിക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ അതായിരുന്നു പുള്ളിക്കാരി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ചേച്ചിനെ കാണാൻ ആഗ്രഹമുണ്ട്, ഞാൻ വന്ന് കണ്ടോട്ടെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി അതിനെന്താ വന്ന് കണ്ടോ എന്ന് പറഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ പോയി. ഞാനും ഹസ്ബൻഡും കൊച്ചും കൂടിയാണ് വീട്ടിൽ പോയി ചേച്ചിനെ കണ്ടു സംസാരിച്ചു. അപ്പം അസുഖമാണെങ്കിൽ ഇപ്പോൾ ചേച്ചി ഈ ഈശോയിലേക്ക് കൂടുതൽ നമ്മൾ അടുപ്പിക്കുകയാണ് ചേച്ചി ചെയ്യുന്നത്. കൊച്ചിനോടായാലും മോനെ നീ നന്നായിട്ട് വളരണം, ഈ ഈശോയ്ക്ക് നല്ല മോനായിട്ട് വളരണം എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനോടും ചേച്ചിക്ക് ഒരു കൊന്തയൊക്കെ കൊടുത്തവന് ഈശോനെ വിളിച്ച് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി ഈശോനോട് മാതാവിനോട് പ്രാർത്ഥിക്കണം. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴെല്ലാം ചേച്ചിയുടെ കയ്യിൽ ഒരു വെള്ള കൊന്തയുണ്ടാകും. കണ്ടുമുട്ടുന്നവർക്കും കൂടെയുള്ളവർക്കും മാതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രചോദനമാകുവാനും ചേച്ചിക്ക് എന്നും ഉത്സാഹമായിരുന്നു. എന്ത് പ്രതിസന്ധി വരുമ്പോഴും എന്ത് തടസ്സങ്ങൾ വരുമ്പോഴും കർത്താവിന്റെ വചനം ജീവിക്കുക, അത് മുറുകെ പിടിക്കുക.
എന്ന് കൂടെ പറയുമായിരുന്നു. ഹൃദയവിശാലതയോടെ എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട് ചേച്ചി എപ്പോഴും പരിശ്രമിക്കുമായിരുന്നു. എന്നിട്ട് പറയും, ഇങ്ങനെ വിശാലമായിട്ട് സ്നേഹിക്കാനൊന്നും എനിക്ക് സാധിക്കില്ല, ഞാൻ അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ളവരെ ചേർത്ത് നിർത്തുവാനും അവരുടെ ഓരോ കാര്യങ്ങളും കേട്ടിരിക്കുവാനും ചേച്ചി പരിശ്രമിച്ചിരുന്നു. ദൈവത്തിന്റെ ആശ്വാസവും ചേച്ചിയുടെ വേർപാട് മൂലം വിഷമിക്കുന്ന ഓരോരുത്തരും നിറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പ്രിൻസി, അവൾ എനിക്ക് അനിയത്തിയും ബാല്യകാല സുഹൃത്തുമായിരുന്നു. അവൾ എനിക്ക് ഇനിയും മരിച്ചിട്ടില്ല. രോഗത്തിന്റെ കഠിനമായ അവസ്ഥയിലും എല്ലാവർക്കും സ്നേഹം മാത്രം നൽകി ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവഹിതം നിറവേറ്റിയ അവളുടെ വാക്കുകളും അവളെക്കുറിച്ചുള്ള ദീപ്തമായ സ്മരണകളും മുൻപോട്ടുള്ള എന്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ ശക്തി പകരുന്നു. പ്രിൻസിയെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഞങ്ങളുടെ ഡിഗ്രി പഠന കാലഘട്ടമാണ്. അവളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ ശാന്തമായ സ്വഭാവം, ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു പ്രകൃതം. ആ 3 വർഷക്കാലം ഞങ്ങളുടെ സൗഹൃദം അത്രമേൽ ആഴമേറിയതായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ അവള് എനിക്ക് വരച്ചു തന്ന ഒരു റോസാപ്പൂവ് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ വേദന നിറഞ്ഞ അനുഭവത്തിലൂടെയാണ് അവൾ കടന്നുപോയെങ്കിലും ഒരു റോസാപ്പൂ പോലെ സുഗന്ധപ്പെടുത്താനായിട്ട് അവൾക്ക് സാധിച്ചു. അവളുടെ വേദനകളെല്ലാം യേശുയ്ക്ക് ഒരു റോസാപ്പൂവായി അവൾ സമർപ്പിച്ചു. അവളുടെ രോഗാവസ്ഥയില് പലപ്പോഴും അവളെ വിളിക്കുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അവളുടേത്. ഹാസിനി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ക്ഷീണം മാത്രം. മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ അവൾക്ക് അത്ര അധികം തീഷ്ണതയുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ പെരുമാറ്റവും എന്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട്. അവളുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു ചിന്ത, സ്വർഗം തുറന്ന് നോക്കി നിൽക്കുന്ന പിതാവ് ചിരിച്ചുകൊണ്ട് ഓടിയെത്തുന്ന പ്രിൻസിയെ മാറോട് ചേർത്ത് പിടിക്കുന്നു. തിരുകുടുംബത്തോടൊപ്പം അവൾ സ്വർഗത്തില് സന്തോഷത്തോടെ ആയിരിക്കുന്നു. നമുക്ക് പ്രിൻസിയോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിൻസിയെ കുറിച്ച് അവളുടെ ഒരു നന്മ പറയാൻ അവളുടെ പ്രിയ സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നീ അവരോട് എങ്ങനെ കെയർ ചെയ്യണം, അല്ലെങ്കിൽ നീ അവരോട് ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് എനിക്കുണ്ടായിരുന്ന ദേഷ്യത്തിനെ മാറ്റിയെടുത്ത് അവരെന്ത് പറഞ്ഞാലും അതിനെ നിസ്സാരമായി കണക്കാക്കി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ ഒരുക്കിയിട്ടുണ്ട് പ്രിൻസി. ആദ്യമൊക്കെ പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരുമായിരുന്നു, ഇതൊക്കെ നമ്മളല്ലേ അനുഭവിക്കുന്നേ, അപ്പോൾ നീ ഇങ്ങനെ പറയുന്നതിൽ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് അവൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്നും അവൾ പറഞ്ഞ രീതിയിലേക്ക് മാറിയപ്പോഴേക്കും എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ലൈഫിൽ നല്ലൊരു നന്മ പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിയെ ഞാൻ ഈ സമയത്ത് ഓർക്കാണ്. നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആ നന്മയെക്കുറിച്ച് പറയുകയാണ്. സ്വർഗത്തിലിരുന്ന് നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. കാരണം പ്രാർത്ഥന അവളുടെ ജീവനാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം തന്നെ. ഞാൻ ബിജു, വേങ്ങൂര് പ്രിൻസിയുടെ ഇടവകക്കാരനാണ്. ഞങ്ങളുടെ ഇടവകയിലെ മതബോധന രംഗത്തും കുടുംബ യൂണിറ്റ് പ്രവർത്തനങ്ങളിലുമെല്ലാം വളരെ സജീവമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രിൻസി. പ്രിൻസിയിലൂടെ ഒരുപാട് മനുഷ്യരെ തമ്പുരാനിലേക്ക് അടുപ്പിക്കാനായിട്ട് പ്രിൻസി ഒരു ഉപകരണമായി തീർന്നിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. എല്ലാ മനുഷ്യരെയും ഒരുപാട് സ്നേഹത്തോടും അവരാവുന്ന വിധം അവരെ സഹായിച്ചും ആത്മീയമായിട്ട് വളരാനൊക്കെ ആയിട്ട് ഒത്തിരി സഹായങ്ങൾ ചെയ്തൊരു വ്യക്തി പ്രിൻസി ആയിരുന്നു. സ്വന്തം മക്കളെ പോലെയാണ് പ്രിൻസി അവരെ യൂണിറ്റിലെ അല്ലെങ്കിൽ ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ കരുതിയിരുന്നത്. ഓരോ കുട്ടികളുടെ വീട്ടിൽ പോകാനും അവരെയൊക്കെ വ്യക്തിപരമായിട്ട് അവരുടെ പേരൻസിനെയൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് ആ കുട്ടികളോട് ഏറ്റവും സ്നേഹത്തോടെ സൗഹൃദത്തോടെയൊക്കെ പെരുമാറാനായിട്ട് പ്രിൻസി ശ്രമിച്ചിട്ടുണ്ട്. പ്രിൻസിയുടെ ആത്മാവിന് തമ്പുരാൻ നിത്യശാന്തി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയസിനെ കുറിച്ച് പറയുമ്പോൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ആൽബം ബന്ധം അവളുമായിട്ടുണ്ടായിരുന്നു. ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിലൂടെ പരിചയപ്പെടുവാൻ ദൈവമിടയാക്കി. നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിനെ പോലെയോ അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം ഒരാളിനെ പോലെയോ എന്ന നിലയിലാണ് അവൾ നമ്മളോടെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നത്. വീട്ടിലുള്ള എല്ലാവരെയും കുറിച്ച് കൃത്യമായി ചോദിക്കുകയും അവരോടെല്ലാം അന്വേഷണം പറയണേ എന്ന് പറയുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ എന്ത് കാര്യങ്ങളോ ഉണ്ടെങ്കിലും ഒരു വിഷമങ്ങളൊന്നും വരുവോ ചെയ്താൽ അവളോട് സംസാരിക്കുകയാണെങ്കിൽ അവളതെല്ലാം കൃത്യമായിട്ട് കേട്ടതിന് ശേഷം സാരമില്ല ചേച്ചി എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരാളായിരുന്നു. കൂടാതെ ഫോൺ വിളിക്കുമ്പോഴും ചേച്ചി എന്നുള്ളൊരു നീട്ടിയൊരു വിളി ഉണ്ടായിരുന്നു. ആ വിളി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു ആശ്വാസം തോന്നിയിരുന്നു. ഇപ്പോഴും അവളുടെ ആ വിളി മനസ്സിൽ തോന്നാറുണ്ട്.
ഈ ലോകത്തിൽ നിന്നും അവൾ ശാരീരികമായിട്ടും പോയെങ്കിലും ആത്മീയമായിട്ട് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടും ഓഷ്യൻ സ്റ്റാറിന് വേണ്ടിയിട്ടും ഒരു മധ്യസ്ഥയായിട്ട് ഈശോയുടെ അടുത്ത് എപ്പോഴും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരത്തെ അവൾ നമ്മളിൽ നിന്നും പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിൻസിയുടെ കുടുംബത്തിന് എല്ലാവിധ പ്രാർത്ഥനകളും നേരുകയും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയും ചെയ്യുന്നു. രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്, ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധപ്പെടുത്തുന്നത് മഹനീയം എന്ന് തോബത്തിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രിൻസി ദൈവത്തിന്റെ ഒരു നല്ല ദാനമായിരുന്നു. ചരമദിനത്തിലെ എല്ലാ ശുശ്രൂഷകളുടെയും ഒരു വീഡിയോ കൂടെ ചേർക്കുന്നുണ്ട്, സാധിക്കുന്നവർക്ക് അത് കാണാം. ഇനിയും ഒത്തിരി പേർക്ക് പ്രിൻസിയോടുള്ള ആത്മബന്ധം പങ്കുവയ്ക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് അധികമായി പോകും എന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടം കൊണ്ട് നമ്മൾ ചുരുക്കുന്നത്. ഒരു കാര്യം സത്യമാണ്, അവളോടുള്ള ബന്ധം ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ളവർ ഈശോയെ അവൾ മുഖാന്തരം ഓർക്കും. ദൈവത്തിന് നന്ദി പറയാം. തീർച്ചയായും ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അവളുടെ മാധ്യസ്ഥം തേടാൻ ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ നമ്മരെല്ലാവരിലും സദാസമയം മഹത്വപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.